എന്താണാവോ ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ട, ചിലപ്പോഴൊക്കെ ഒന്നും ചെയ്യാതെ ഇരിക്കൂ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. അല്ല, നീ എന്തിനാ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ലേ നമ്മുടെ പരസ്യത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ പരസ്യത്തിലാണല്ലോ പിടിച്ച് നിൽക്കുന്നത്. പരസ്യം കൊണ്ട് മാത്രമൊന്നുമല്ല, നമ്മുടെ ചോക്ലേറ്റ് നല്ല ക്വാളിറ്റി. നല്ലതാ. എന്താണാവോ നല്ലത്, എന്താണാവോ നല്ലതല്ലാത്തത്? നീ തന്നെ പറ. വേണ്ടടാ, അത് ശരിയാവില്ല, നീ പൊക്കോ. അങ്ങനെ അങ്ങ് ഇരുത്തൊന്നും വേണ്ട, നീ പറഞ്ഞിട്ട് പോ. ശരി, ഇൻഗ്രീഡിയൻസ് തന്നെ തുടങ്ങാം. നീ അങ്ങനെയല്ലേ തുടങ്ങുള്ളൂ. പറ. ആദ്യത്തെ 5 എണ്ണത്തിൽ 3 എണ്ണവും 3 ടൈപ്പ് ഷുഗർ, ലിക്വിഡ് ഗ്ലൂക്കോസ്, ഇൻവെർട്ട് സിറം. പിന്നെ ഷുഗർ ഇല്ലാതെ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ഇതേ ഷുഗർ കൺഫെക്ഷനറി പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, അല്ലാതെ പ്രോട്ടീൻ ബാർ എന്ന് പറഞ്ഞിട്ടല്ല. അതിന് ഇത്രയും ഷുഗർ വേണം. നിന്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ പ്രകാരം 100 ഗ്രാമിൽ 55 ഗ്രാം ഷുഗറാണ്. അത് 100 ഗ്രാം അല്ലേ? 100 ഗ്രാം ഒക്കെ കഴിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വേണ്ട, നിന്റെ ഒരു സാധാരണ പാക്കറ്റ് 33 ഗ്രാമാണ്. അതിന്റെ 55% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 18 ഗ്രാമിൽ കൂടുതലാണ് ആഡഡ് ഷുഗർ ഒറ്റ പാക്കറ്റിൽ കൺസ്യൂം ചെയ്യുന്നത്. എടാ, WHO നിയമപ്രകാരം ഒരു ദിവസം ഒരാൾക്ക് 25 ഗ്രാം ഷുഗർ മതി. നിനക്ക് ഷുഗർ അല്ലാതെ വേറെ എന്തെങ്കിലും പറയണ്ട. എടാ, ചോക്ലേറ്റിൽ എന്തിനാണ് ഹൈഡ്രോജനേറ്റഡ് ഓയിൽ? ഈ ഷുഗറും ഓയിലും കഴിഞ്ഞിട്ടാണ് കൊക്കോസോളിഡ് വരുന്നത്. അവിടെയെങ്കിലും ഉണ്ടല്ലോ. പിന്നെ കൊടുക്കേണ്ട 20 രൂപയ്ക്ക് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടാണ്. പോരാത്തതിന് ഫ്രാക്ഷനേറ്റഡ് ഫാറ്റ്, ഹൈഡ്രോളൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ. എന്തിനാണ് ഇതൊക്കെ? ശരീരത്തിലെ LDL കൊളസ്ട്രോൾ കൂട്ടാനാ. എടാ, ഇതൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ ഹൃദ്രോഗം വരാൻ സാധ്യത കൂടുതലല്ലേ? അങ്ങനെയൊക്കെ നോക്കിയാൽ പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ വരെ അതൊക്കെ വേണ്ടി വരും. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നീ എന്തിനാ എല്ലാ പരസ്യത്തിലും ഒന്നും ചെയ്യാതിരിക്കാൻ പറയുന്നത്? ഇതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പൊ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബാക്കി ശരീരം തന്നെ ചെയ്തോളും.